ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കാർഗിൽ വിജയ് ദിവസായ ഇന്ന് ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. आज कारगिल विजय दिवस है। ये दिन हमें गर्व से भर देता है। ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है। कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था। उन्होंने मां भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയ ദുഷ്കരമായ സാഹചര്യങ്ങൾ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വൺ റൈഡ്, വൺ നേഷൻ, വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ശൌര്യ വിജയ് യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇന്ന് രാജ്യത്ത് സൈനികരുടെ ധൈര്യത്തോടൊപ്പം സാങ്കേതിക ശേഷിയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് 75% തദ്ദേശീയ ഉൽപാദനം ഉറപ്പാക്കി നിർമ്മിച്ച INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ പ്രതീകമായി നാവികസേനയുടെ ഭാഗമായതായി അറിയിച്ചു. DRDO, പിനാക് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മഴവെള്ളത്തിന്റെ ഓരോ തുള്ളിയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ഇന്ന് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജൂലൈ 4 മുതൽ രാജ്യത്തുടനീളം ആരംഭിച്ച പ്രത്യേക ക്യാമ്പയിനിലൂടെ മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജ്, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, മരം നടീൽ എന്നിവയ്ക്ക് പുതുജീവൻ നൽകുന്നു. कैच द रेन का संदेश बहुत सीधा है। इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही। मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है. നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കാൻ പങ്കാളികളാവാമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളി വെള്ളവും വരും തലമുറയുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. UK ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ച ശ്രീ മോദി കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. രാജ്യത്തെ യുവജനങ്ങൾ കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം എന്നിവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സ്കൂൾ അധ്യാപകനായ അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംസ്കൃതം ക്ലബ്ബായ അക്ഷരകന്തുകയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, സംസ്കൃത ഭാഷയെ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി അക്ഷരങ്ങളെ ബന്ധിപ്പിച്ച് ലളിതമായി പഠിപ്പിക്കുന്ന ഈ രീതി പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നും അറിയിച്ചു. സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുള്ളതായി എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കും ഒക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1ന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ അഹമ്മദാബാദിൽ 1 മണിക്കൂറിനുള്ളിൽ 3.5 ലക്ഷത്തോളം തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ ഒറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ നട്ട വിഷയവും പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിൽ പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമല്ല, എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസകേന്ദ്രമായ കാടുകളുടെ പുനരുദ്ധാരണ ശ്രമങ്ങൾ കാരണം 60 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗിർ വനങ്ങളിൽ കൂടുകൂട്ടാൻ തുടങ്ങിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന വിഷയവും പ്രധാനമന്ത്രി പരാമർശിച്ചു. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഇറക്കുമതി ചെയ്ത വിഗ്രഹങ്ങളോ ഒഴിവാക്കി മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ആരാധിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ പ്രകൃതിയോടുള്ള ആരാധനയുടെ ഭാഗമാകാൻ എല്ലാവരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദേശീയ കൈത്തറി ദിനം അടുത്ത മാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है, उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कोई पोचमपल्ली इकत की सुंदर परंपरा को आगे बढ़ा रहा है. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ചു വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും പ്രതിച്ഛായയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ടെന്ന് വ്യക്തമാക്കി. ചിലർ പോച്ചമ്പള്ളി ഇകത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായതായും കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ച് 8,000 കോടി രൂപയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൌശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എല്ലാവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ കലാമെന്നും അനുസ്മരിച്ചു. ഈ ആഴ്ച ഗുരുപൂർണിമ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും മുതിർന്നവർക്കും നന്ദിയും ആദരവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓഗസ്റ്റ് 15-ന് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വവും സമർപ്പിച്ച എണ്ണമറ്റ ധീര വ്യക്തിത്വങ്ങളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGovയിൽ പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.